ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി വരുന്നു ശ്രുതി. സംസ്ഥാനത്തെ വെസ്റ്റ് നൈൽ പനി വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതും 2 മരണം സംഭവിച്ചിരിക്കുന്നത്. അത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് 10 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊതുക് നിവാരണം വേഗത്തിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. PR പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അത്ര ശുഭകരമല്ലാത്തൊരു വാർത്ത തന്നെയാണ് പറയുന്നത്. ഈ വെസ്റ്റ് നൈൽ ബാധിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. അത്ര സുഖകരമല്ലാത്ത വാർത്ത, ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയുമാണ്. പലപ്പോഴും പല വർഷങ്ങളിലും മുൻപ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മരണനിരക്ക് കൂടിയ ഒരു രോഗമാണ്. അപ്പോൾ ബാധിച്ചാൽ തിരിച്ചറിയാതിരുന്നാൽ മരണം വരെ സംഭവിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പലർക്കും രോഗബാധ വന്നപ്പോൾ മസ്തിഷ്ക ജ്വരമാണെന്ന് കരുതിയുള്ള ചികിത്സയായിരുന്നു. എന്നാൽ രോഗത്തിന് വലിയ ശമനമില്ലെന്ന് കണ്ടാണ് സ്രവം പരിശോധനയ്ക്ക് എടുക്കുന്നത്. ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം, സംസ്ഥാനത്തെ പരിശോധനയ്ക്ക് ശേഷം അത് പുനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് ഇത് വെസ്റ്റ് നൈൽ രോഗമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മലപ്പുറത്ത് വൃക്ക മാറ്റിവെച്ച ആൾക്കടക്കം മരണം സംഭവിച്ചത്. 2 പേർക്ക് മരണം സംഭവിച്ചത്. ഇപ്പോൾ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ക്യൂലെക്സ് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. അപ്പോൾ മഴയും ഇടവിട്ടുള്ള കടുത്ത വേനലും ഇടവിട്ടുള്ള മഴയും ഈ കൊതുകുകളുടെ പ്രജനനം ഊർജിതമാക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ആചരിക്കുക, കൊതുക് നശീകരണം നടത്തുക, ഇത് മാത്രമാണ് ഇതിനുള്ള പ്രതിരോധം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല. പക്ഷിമൃഗാദികളെ രോഗബാധയുള്ള പക്ഷിമൃഗാദികളെ കടിക്കുന്ന കൊതുക് മനുഷ്യരെ കടിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. ബാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവ്. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ലക്ഷണങ്ങൾക്കനുസരിച്ച് മരുന്ന് നൽകുക മാത്രമാണ്. അതുകൊണ്ട് പ്രതിരോധം മാത്രമാണ് ഇവിടെ നമുക്ക് സ്വീകരിക്കാവുന്ന ഏകമാർഗം. ശരി, പ്രതിരോധം തന്നെയാണ് ഇത് സ്വീകരിക്കാവുന്ന ഒരു മാർഗം. പക്ഷേ 2 മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കരുതൽ നടപടികൾ ഉണ്ടായേ മതിയാകൂ. ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, പ്രവീണ പറഞ്ഞതുപോലെ തന്നെ.